ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഞാൻ വിഷ്ണു ശാന്തി. അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയ ബ്ലോഗുമായിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കണ്ണാട്ടുകുടി ശ്രീ മഹാദേവി ക്ഷേത്രം നീണ്ടാര അവിടം വരെ പോവുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊച്ചുനാളിൽ, അതായത് 2007 പൂജ പഠിക്കുന്നതിന് വേണ്ടി ആശാൻ്റെ കൂടെ നിൽക്കുന്നതിന് വേണ്ടി അവിടെ ആണ് ആദ്യമായിട്ട് വന്ന് നിന്ന് പൂജയും കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പോൾ എല്ലാ വർഷവും അവിടുത്തെ ഉത്സവത്തിൻ്റെ ഏതെങ്കിലും ഒരു ദിവസം, 10 ദിവസം ഉത്സവം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ദിവസം അമ്മയെ കാണാനായിട്ട് ഞാൻ എല്ലാ വർഷവും പോകാറുള്ളതാണ്. അപ്പോൾ ഇതാണ് മകരത്തിരുവാതിര മഹോത്സവം 2026 ജനുവരി 21 മുതൽ ജനുവരി 30 വരെയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോയതെന്ന് പറയുന്നത് തിങ്കളാഴ്ചയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേന് അവിടെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ വലത്തിട്ട് അമ്പലത്തിനകത്തെല്ലാം കയറി തൊഴുത് കറങ്ങി എല്ലായിടമൊക്കെ കറങ്ങി തൊഴുതൊക്കെ വന്ന് അകത്ത് വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല, കാരണം ആളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ അവിടെ സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ തിരുമുടി എഴുന്നള്ളത്ത് കാണുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ പോയത്. അപ്പോൾ ഞങ്ങളവിടെ തൊഴുത് വലത്തൊക്കെ ഇട്ട് വന്നു. ഇത് പിങ്കി മോള് നിന്ന് തൊഴുതുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കറങ്ങി തൊഴുത് വന്നപ്പോഴത്തേന് അവിടുത്തെ ദേവസ്വം മൂപ്പര് പണ്ട് മുതലേ അറിയാവുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു ചേരുമെന്ന് സംസാരിച്ചു. പിന്നെ ഇതിലെ തൊഴുത് വന്ന് ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ അവിടുത്തെ മേശാന്തി എന്ന് പറയുന്നത് എൻ്റെ ഗുരുനാഥനാണ്, മോഹനൻ ശാന്തി ഇടുക്കി. അപ്പോൾ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ശാന്തി മഠത്തിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അമ്പലത്തിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 5 വർഷത്തോളമായി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും ഒരു 2 വർഷവും കൂടെ എടുത്താലേ അമ്പലത്തിൻ്റെ പണിയൊക്കെ തീരുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഗുരുനാഥൻ ശ്രീ മോഹനൻ ശാന്തി ഇടുക്കി. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു, ശകലം നേരം സംസാരിച്ചു. പിന്നെ എൻ്റെ അമ്പലത്തിലെ ഉത്സവത്തിലേക്ക് വരണമെന്നും പറഞ്ഞ് ക്ഷണിച്ചു. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ തിരുമുടി എഴുന്നള്ളത്ത് ഇതാ വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ കാണാം. കൈലാസ